മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് വയനാട്ടിലെ ബാണാസുര സാഗർ ഡാമിലേക്കാണ്. നമുക്കപ്പോൾ പോകാം ബാണാസുര ഡാമിൻ്റെ കാഴ്ചകളിലേക്ക്. കോഴിക്കോട് വയനാട് റൂട്ടിൽ കൽപ്പറ്റയിൽ നിന്നും ഏതാണ്ട് 21 കിലോമീറ്റർ ദൂരം മാറിയാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഈ ഡാമിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ ധാരാളം പേർ കാണും. കാണാത്തവർ തീർച്ചയായും വന്ന് കാണണം. ഡാം മാത്രമല്ല നമുക്കിവിടെ കാണുവാനുള്ളത് കേട്ടോ. സ്പീഡ് ബോട്ടിംഗ് ഉണ്ട്, മനോഹരമായ പാർക്കുണ്ട്, കുട്ടികൾ കളിക്കുന്നതിന് വാട്ടർ ബോട്ടിംഗ് സൗകര്യം, ഊഞ്ഞാലകൾ, അങ്ങനെ നിരവധി സൗകര്യങ്ങൾ അവിടെയുണ്ട്. നമ്മളപ്പോൾ ഏതാണ്ട് ഡാമിന് അടുത്തെത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് പോകാം. പാർക്കിങ്ങിനൊക്കെ നല്ല സൗകര്യമുണ്ട്. അതുപോലെ ഭക്ഷണശാലകളും വഴിയോര വാണിഭങ്ങളൊക്കെ ധാരാളം ഇവിടെയുണ്ട്. നമ്മളപ്പോൾ പ്രവേശന കവാടത്തിനടുത്തെത്തി. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്നും ടിക്കറ്റ് എടുക്കണം. 40 രൂപയാണ് ഒരാൾക്കുള്ള ചാർജ്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് സമയം. നമുക്കപ്പോൾ ഇനി ഉള്ളിലേക്ക് പ്രവേശിക്കാം. ബാണാസുര ഡാമിനെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഇവിടെ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാണാസുരനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഹിന്ദു പുരാണങ്ങളിലെ ഒരു അസുര രാജാവായിരുന്നു ബാണാസുരൻ. മഹാബലിയുടെ പുത്രനും ശിവഭക്തനുമായ ബാണാസുരൻ്റെ പേരിലുള്ള മലയിലാണ് ഈ ഡാം പണിതിരിക്കുന്നത്. അതിനാലാണ് ഇതിന് ബാണാസുര ഡാം എന്ന് പേര് വന്നത്. 1979 ഇതിൻ്റെ പണി തുടങ്ങിയത്. 2004 മുതൽ ഇത് പ്രവർത്തനം ആരംഭിച്ചു. ഇത് റോപ്പ് വേ ആണ് കേട്ടോ. നമുക്കിനി മുകളിലേക്കാണ് കുറച്ച് നടക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് മുകളിലേക്കും അവിടെ നിന്ന് താഴേക്കും റോപ്പിൽ സഞ്ചരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇതാ നമുക്ക് ധാരാളം ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പാറകളും കല്ലുകളും മണ്ണും ഉപയോഗിച്ചാണ് ഇത് പണിതിരിക്കുന്നതെന്നത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. ഇതാ നോക്കൂ, റോപ്പ് യാത്രക്കാർ മുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. നടന്നു കയറുമ്പോൾ ചുറ്റുപാടും അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. ഈ കാണുന്നത് ഡാമിൻ്റെ മുൾഭാഗത്ത് എത്താനുള്ള പടവുകളാണ്. നടന്നു കയറേണ്ടവർക്ക് നടന്നു കയറാം, ഇല്ലെങ്കിൽ റോപ്പ് വേയിൽ സൗകര്യമുണ്ട്. ഇവിടുത്തെ ഈ മനോഹാരിതയ്ക്കൊപ്പം എടുത്തു പറയേണ്ട മറ്റൊന്നാണ് ഇവിടുത്തെ വൃത്തിയും വെടിപ്പും. നമ്മൾ സഞ്ചരിക്കുന്ന ഓരോ പാതയും പടിക്കെട്ടുകളും പരിസരങ്ങളും എത്ര മനോഹരവും എത്ര വൃത്തിയോടെയുമാണ് ഇവിടുത്തെ ജീവനക്കാർ കാത്തു സൂക്ഷിക്കുന്നത്. അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്തായാലും അതിന് ഇവിടുത്തെ ജീവനക്കാർക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഇനി നിരവധി കാഴ്ചകളും ഒട്ടനവധി എൻ്റർടൈൻമെൻറ്റിനുള്ള മാർഗങ്ങളുമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലായിടവും കണ്ട് എല്ലാം ആസ്വദിച്ചു വരാം. ഇവിടെ എന്തെല്ലാമുണ്ട്, എന്തെല്ലാം സൗകര്യങ്ങളാണ് നമുക്കിവിടെ ലഭ്യമാവുക എന്നുള്ളതിൻ്റെ ചെറു വിവരണമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്.
അതിമനോഹരവും വളരെ വിശാലവുമായൊരു ഡാം തന്നെയാണ് ഈ ബാണാസുര സാഗർ ഡാം. ഇത് കാണാത്തവർ തീർച്ചയായും വന്ന് കാണേണ്ടതാണ്. ഒരു സ്ഥലത്ത് ഇത്രയധികം കാര്യങ്ങൾ ആസ്വദിക്കാൻ കഴിയുക എന്നത് വളരെ അപൂർവം തന്നെയാണ്. മനോഹരമായ പച്ചപ്പർവ്വതാനികളും കാടുകളും പർവ്വതനിരകളും അനന്തമായ നീലാകാശവും സമുദ്രം പോലെ വ്യാപിച്ചു കിടക്കുന്ന ജലാശയവും അതിലുപരി ശാന്തതയേറുന്ന ഒരു അന്തരീക്ഷവും ഇത്രയും ഒരുമിച്ച് മറ്റെവിടെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക? വലിയ പാറകളും കല്ലും മണ്ണും മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ ഡാം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡാമുകളിൽ 2ാം സ്ഥാനത്താണുള്ളത്. അതിൽ നമുക്ക് അഭിമാനിക്കാം. അതിലുപരി വിപുലമായ ഒരു സോളാർ സിസ്റ്റമാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും ഈ സോളാറിൻ്റെ സിസ്റ്റത്തിൽ നിന്നാണ് പ്രവർത്തിച്ചു പോരുന്നത്. മഴയില്ലെങ്കിലും എല്ലാവരുടെയും കയ്യിൽ കുടയുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് വയനാട്ടിലേക്ക് യാത്ര ചെയ്യുന്നവർ കുട കൂടി കരുതേണ്ടതാണ്. എപ്പോഴാണ് മഴ വരിക എന്നും പറയാൻ പറ്റില്ല. ഈ ഡാമിൻ്റെ വിസ്തൃതിയും വലിപ്പവും എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഈ കാഴ്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നേരത്തെ പറഞ്ഞല്ലോ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ ഡാമാണ് ഈ ബാണാസുര ഡാം. നമുക്കിനി പാർക്കിലേക്കും സ്പീഡ് ബോട്ടിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്കും പോകാം. മനോഹര കാഴ്ചകളും നിരവധി എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള വഴികളും അവിടെയുണ്ട് കേട്ടോ.
ബാണാസുര കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു മനോഹര ദൃശ്യവുമായി എത്തും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.